മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ട. എനിക്ക് പുറത്ത് നിന്നും മായി തിന്നൂടാത്തോണ്ട് ഇവിടെ ഒരു മാങ്ങ ഉണ്ടേനു, അത് വീണ് ഞാനിങ്ങെടുത്ത്. ഞാൻ കറിക്ക് വേണ്ടിയിട്ട് പറിച്ചതാ. പറിച്ച് നോക്കുമ്പോൾ ഒരു കളറ് മാറ്റം കണ്ടവരവിടെ വെച്ച്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ നല്ല കളറായിക്ക്. പിന്നെ ഇവക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന മാങ്ങ വാങ്ങിക്കൊടുത്തുകൂടാ. അന്നേരം ഒരിക്കലും നമ്മൾ ഊമ്പി തിന്നുന്ന എന്തെന്നാണ് അതിൻ്റെ പേര്, കടുക്കാച്ചി മാങ്ങയില്ല. ആ മാങ്ങ എൻ്റെ അനിയൻ്റെ ഭാര്യ വാങ്ങിക്കൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞ് ഇതിലൊന്നും ഉണ്ടാവില്ല ഉഷ്പേച്ചി, ഇത് കടുക്കാച്ചിയല്ലേ, ഇതിലാരാ ഇതെല്ലാം വെക്കുന്നത്. അങ്ങനെ ഒരു തുള്ളി അങ്ങനെ പിടിച്ചിട്ടുള്ള വായിലാക്കി കൊടുത്തിന്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഛർദിയും പറ്റുന്നതായിട്ട് പൈത്രൻ ഡോക്ടർ ഹോസ്പിറ്റലിൽ കിടന്നു. അന്നേരം ഡോക്ടർ പറഞ്ഞിട്ട് കടയിൽ നിന്നുള്ള ഒരു മാങ്ങ ഈ കുട്ടിക്ക് വാങ്ങിക്കൊടുക്കരുത്. ചന്ദ്രേട്ട ഇപ്പോൾ മാങ്ങ എവിടെയെങ്കിലും പഴുപ്പിക്കലും ചെയ്യല്ലോ വീട്ടിൽ. ആടെ അവളോട് 1 കിലോ 2 കിലോ എന്നെല്ലാം ഏൽപ്പിക്കുക. എന്നിട്ട് പൈസയും കൊടുത്തിട്ട് വാങ്ങിക്കൊണ്ടുവരും. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവ് പറഞ്ഞോടക്ക് വിജീഷിൻ്റെ വിജീഷിന് ഏടെ കിട്ടും, കിട്ടുമ്പോ കൊണ്ടുവരും. ഒന്ന് അതും കൊണ്ടുണ്ടാവും ഓടി വരുന്നത്. ഇതെൻ്റെ അമ്മൂന, നമുക്ക് എങ്ങനെയെങ്കിലും വാങ്ങിയിട്ടെല്ലാം തിന്നാലോ, ഒക്കെ തിന്നൂടാലോ എന്ന് പറഞ്ഞിട്ട് എനക്കും സങ്കടം. മാങ്ങ തിന്നലെന്നില്ല. എന്താന്നാ പീടിയെന്നൊന്നും വാങ്ങിയാലൊന്നും ഞാൻ തിന്നില്ല. എൻ്റെ മോളിങ്ങനെ മാങ്ങ ഭയങ്കര ഇഷ്ടം. ഒക്കെ ഇഷ്ടമില്ലാത്ത സാധനമാണേ സാരമില്ല, ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ഞാൻ തിന്നലെന്നില്ല. അപ്പോൾ ഇത് മുറിക്കട്ടെ. മുറിച്ചിട്ട് തോലോടെ ഇങ്ങനെ ഇത്ര കഷ്ണമാക്കിയിട്ട് മുറിക്കണം. എന്നാൽ മാത്രം ഒക്കെ തിന്നോളൂ. ഇതാ, ഓ എന്തൊരു സന്തോഷാന്നാ. എന്നാ തിന്നട്ടെ എന്നറ കേട്ടാന്നറ.